ഗ്രാൻഡ് ഫിനാലയുടെ 3 റൗണ്ട്സും കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ കയ്യടി നമ്മുടെ കുട്ടികൾക്ക്. അങ്ങനെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വിധി നിർണയമാണ്. അതിനു മുന്നേ ആസിഫിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? ഒരു ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ലാസ്റ്റ് അഭിനവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ മൂഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സമയത്തും പാട്ടിന് സോങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു എനർജി ട്രാക്കാണ് ഇപ്പൊ അഭിനവ് പാടിയത്. ഭയങ്കര ബ്രില്യൻ. ഓക്കെ, താങ്ക് യു ധ്യാൻ ചേട്ടാ. സെയിം അത് തന്നെ. ശരത് സാറിന്റെയും ജിസേട്ടന്റെയും പാട്ടൊക്കെ കഴിഞ്ഞൊന്ന് മയങ്ങായിരുന്നു ചെറുങ്ങനെ. മെലഡി അത്രയും എന്നുവെച്ചാൽ ആ രീതിയിലല്ല കേട്ടോ, അത്രയും എന്താ പറയണ്ടേ, പാട്ട് തുടങ്ങുമ്പോഴേ എനിക്കൊരു കൂർക്കം കേട്ടിടാ, മെലഡിയിൽ അലിഞ്ഞു പോയില്ലേ. എനിക്ക് ഞാൻ എല്ലാരും അതിൽ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ പാട്ടായിരുന്നു അല്ലേ. സന്തോഷം. അങ്ങനെ നമ്മുടെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു, അവസാനിച്ചു. ഒക്കെ കഴിഞ്ഞു. ഗംഭീര പ്രകടനങ്ങളായിരുന്നു നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചത്. ഓരോന്നും എന്താ പറയാ, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ആൻഡ് എനിക്കൊന്ന് ഈ ഗ്രാൻഡ് ഫിനാലെ ഒരു 1.5 ഗ്രാൻഡ് ഫിനാലെ തന്നെ ആയിരുന്നു. കാരണം 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള റൗണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ വളരെ വേഴ്സറ്റൈലായിട്ട് ഇവരെല്ലാവരും പെർഫോം ചെയ്തു. എസ്പെഷ്യലി ചാലഞ്ച് റൗണ്ടും ഈ റൗണ്ടും ഇവർ കലക്കി അങ്ങ് മറിച്ച് കളഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ബാക്കി എന്താണ് സംഭവിക്കാൻ പോണെന്ന്. അതെ, ഓക്കേ ശരത് സർ. അല്ല പാറു, നമുക്ക് ഈ കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ച കണ്ടുകൊണ്ടിരുന്ന അത് ഞാൻ അതൊക്കെ ആലോചിച്ച് ഇപ്പോൾ ഓരോരുത്തരും വന്ന് പാടുമ്പോഴും ഞാൻ ആ കുഞ്ഞുങ്ങൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോൾ ഓരോരുത്തർക്കും ചിലർ ചിരിക്കാത്തവന്മാരുണ്ടായിരുന്നു. നമ്മൾ ചിരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അവന്മാർ പാത്തോസ് വരെ ചിരിച്ചോണ്ട് പാടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കുട്ടികളെ നമുക്കറിയാം. ഇന്ന് ചില പെർഫോമൻസ് കണ്ട് ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഉള്ളത് ഒന്നും പറയാനില്ല. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് അത് അവരുടെ ശബ്ദാടപ്പ് കൊണ്ടും അങ്ങനെയുള്ള ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതെപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്കിപ്പോൾ ഒരാളെ തപ്പിപ്പിടിച്ച് കിട്ടിയാലേ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെ കട്ടക്കങ്ങ് നിന്നാൽ ഞങ്ങളിപ്പോൾ ഓടും ഇവിടുന്ന് കണ്ടം വഴി. അപ്പൊ അത് കുഞ്ഞുങ്ങൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1, 2, 3 സ്ഥാനത്തുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റും ഈസിയായിട്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ ഫോക്കസ്ഡ് ആയിരിക്കുക ജീവിതത്തിൽ. കാര്യം നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ കിട്ടിയില്ലെങ്കിലോ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അതുകൊണ്ട് മനസ്സിൽ വെക്കുക. നമ്മുടെ കഠിനാധ്വാനമാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക മക്കളെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഫസ്റ്റും സെക്കൻഡും ഒന്നും അല്ല മോനെ ഇവിടെ പ്രധാനം. നിങ്ങളിവിടെ പെർഫോം ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. എന്താ ഇത്രയും കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു 5 പേര് വന്ന 5 കിങ്കരികൾക്കും എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ലവ് യു. താങ്ക് യു ശരത് സർ. ചേച്ചി എന്താ പറയാ പാറു, ഫാന്റാസ്റ്റിക് പെർഫോമൻസസ് ആയിരുന്നു ഇന്ന് എല്ലാരും. ഇവിടെ നിന്ന് ഇപ്പൊ ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം. കാരണം എല്ലാ സാധാരണ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാ. ഒരൊറ്റ കുട്ടിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. 5 പേര് പുഷ്പം പോലെ പാടി, സൂപ്പറായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ന് സത്യത്തിൽ ഒരു കോമ്പറ്റീഷൻ ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് സത്യസന്ധമായ സംഗീതം ജയിക്കണം എന്നാണ്. അതൊരു കണ്ടസ്റ്റന്റ് എന്നുള്ളതല്ല. അതൊരു എനിക്കൊരു സന്തോഷമുള്ളത് ആ സംഗീതം ഇന്ന് ജയിക്കും. അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാറിന് ഇവിടെ നിന്ന് ജന്മം നൽകാൻ സാധിക്കും. കാത്തിരിക്കണം. ഓക്കേ രജിഷ, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ. കാരണം എനിക്ക് പാടാൻ ഒരു കഴിവില്ല, പക്ഷെ പാട്ട് പാടുന്നവരോട് ഭയങ്കര അസൂയുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്ന ആൾക്കാർ. അപ്പം ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ഏജിൽ തന്നെ ഇത്രയും ടാലൻറ്റ് അത് ഷോക്കേസ് ചെയ്യാൻ ഇത്രയും വലിയൊരു സ്റ്റേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതെനിക്കൊന്ന് ഒരു മെയിൻ കടമ നമ്മൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം ശരത് സാറ് പറഞ്ഞ പോലെ തന്നെ ജയിച്ചാലും ഇല്ലെങ്കിലും ഇവിടുത്തെ വിധിയല്ല നമ്മളുടെ ഭാവിയിലെ വിധിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു പ്രോത്സാഹന സമ്മാനമായി കണ്ട് ഇതേപോലെ തന്നെ അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഇപ്പൊ ചെയ്യുന്ന അതേ ഹാർഡ് വർക്ക് ഇനിയും മുന്നോട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് നല്ല സിംഗേഴ്സിനെ മലയാളത്തിന് ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലൂടെ ലഭിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ടു എവരിവൺ. ചേച്ചി, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആക്ച്വലി. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടു ബി ഏബിൾ ടു പെർഫോം ഇൻ സച്ച് എ സ്റ്റേജ് ഇറ്റ്സെൽഫ് ഇസ് എ വെരി ബിഗ് തിങ്. അപ്പോൾ വാട്ട് എവർ the result is, I think everybody here, whoever have performed till date here, they are all winners is what I feel. Yeah, so എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഫസ്റ്റ് വന്നാലും ലാസ്റ്റ് വന്നാലും. ജിസേട്ടാ,
ഇന്നിവിടെ കുട്ടികൾ 1, 2, 3 പേരൊക്കെ സമ്മാനങ്ങൾ നേടുമായിരിക്കും. പക്ഷെ ഇവിടെ കൊടുക്കുന്ന സമ്മാനത്തെക്കാൾ അവർ ഈ സ്റ്റേജിൽ ആർജിച്ചെടുത്ത കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന് ലോകത്തൊരിടത്തും അവർക്ക് വിലയിടാൻ പറ്റില്ല. അതായിരിക്കും ഇനി അങ്ങോട്ടും അവർ എത്രത്തോളം വലുതാവണം, ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ റിയൽ സൂപ്പർ സ്റ്റാറുകളാക്കി അവരെ മാറ്റുന്നത് ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ള ശരത്തേട്ടനെയും മഞ്ജുരിയെയും ഷാനയൊക്കെ പോലുള്ള ജഡ്ജസ് അവരെല്ലാം കൂടെ അവർക്ക് നേടിക്കൊടുത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതായിരിക്കട്ടെ അവരുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. താങ്ക് യു ജിസേട്ടാ. അരുൺ ചേട്ടാ, ഇതുപോലെ ഇതൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അവിടെ പെർഫോം ചെയ്യാൻ പറ്റുക, ഫൈനലിൽ എത്തുക, ഇതെല്ലാം വലിയ കാര്യങ്ങളാണ്. നമുക്ക് എത്രത്തോളം മുകളിലേക്ക് പോകുന്നോ നമ്മൾ അത്രത്തോളം കാല് തറയിൽ ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ്. ഇന്ന് നമ്മളെപ്പോഴും പറയും ഫെയിലിയറിനേക്കാൾ സക്സസ് ആണ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. അത് നമ്മൾ എത്രത്തോളം നന്നായി ഹാൻഡിൽ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഉയരത്തിലേക്ക് പോകും. ഞാൻ എപ്പോഴും എൻ്റെ റോൾ മോഡലായിട്ട് കാണുന്ന ഒരാളാണ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ക്രിക്കറ്റർ. ലോകത്തിൻ്റെ ഏറ്റവും ഔന്നത്യങ്ങളിൽ 20ാമത്തെ വയസ്സിൽ എത്തിയ ഒരാളാണ്. 16ാമത്തെ വയസ്സിൽ കളി തുടങ്ങി 18-20 വയസ്സിൽ ആ പൊസിഷനിൽ എത്തിയിട്ട് ഇപ്പോഴും കളി നിർത്തിയിട്ട് 20 വർഷമായിട്ടും അദ്ദേഹത്തെ ലെജൻഡ് എന്ന് എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹം ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കുറി എല്ലാവർക്കും ഉണ്ടാവട്ടെ, അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.